21 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ തന്ത്രിയുടെ വീട്ടിൽ മാത്രം റെയ്ഡില്ല. ഈ കേസിൽ ഏറ്റവും നിർണായക സ്ഥാനത്ത് നിൽക്കുന്നതായി താങ്കൾ തന്നെ പറയുന്ന തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കാതെ പോകുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ടോ? SITയുടെ അന്വേഷണത്തിൽ 101% എനിക്ക് വിശ്വാസമുണ്ട്. കാരണം SITക്ക് മൊഴി കൊടുക്കാൻ ഞാൻ ഇഞ്ചക്കൽ പോയിരുന്ന ഈ മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല. ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്കുള്ള സൗകര്യങ്ങൾ പോലും ഇത്ര വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന SIT ടീമിനില്ല. ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ഹൈവേയിൽ നിന്നും ഉള്ളിലോട്ട് മാറി ഒരു ഭാർഗവി നിലയം പോലൊരു കെട്ടിടത്തിലാണ് SIT ടീം പ്രവർത്തിക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു പഴയ കെട്ടിടം. ഇപ്പോൾ പുതിയ കെട്ടിടം പടുതൊട്ടിരിക്കുകയാണ്, അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും അവിടെ ഇല്ല. ആകപ്പാടെ SIT ടീം പ്രവർത്തിക്കുന്നത് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിൻ്റെ ചീഫ് ബിജോയ് സാറിൻ്റെ, അദ്ദേഹം ദേവസ്വം വിജിലൻസ് SP ആയിരുന്നു. ചങ്ങനാശ്ശേരി SI ആയിരിക്കുന്ന കാലം തൊട്ടേ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് നേരെ എതിർവശം ഒരു കസേരയുണ്ട്. ആ കസേരയാണ് SIT ടീമിൻ്റെ SP ശശിധരൻ സാർ ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം ഊണും ഉറക്കവും ഇല്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാതെ അത്രമേൽ കഷ്ടപ്പെട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ശശിധരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ യാതൊരുവിധ സമ്മർദ്ദത്തിനും പ്രലോഭനത്തിനും ഒന്നും വഴങ്ങുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് കേസ് അന്വേഷിക്കും. ഒരാൾ പോലും രക്ഷപ്പെടത്തില്ല എന്ന കാര്യത്തിൽ 101% എനിക്ക് ഉറപ്പുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണം പൂർണ്ണമായിട്ട് ശരിയാണ്. ഹൈക്കോടതി വിശ്വസിച്ചാണ് SIT ടീമിനെ ഏൽപ്പിച്ചത്. അവരത് കൃത്യമായിട്ട് നിങ്ങൾ സമയം കൊടുക്കണം. അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ട്. അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്യുന്നത് പോലും അവിടുന്ന്, അതായത് ഈ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് SPയുടെ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തു പോയി തെങ്ങും തോട്ടത്തിൽ നിന്നാണ് ഒന്ന് ഫോൺ ചെയ്യുന്നത്. രഹസ്യമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സൗകര്യമില്ല അവർക്ക്. ഇല്ലാത്ത സൗകര്യത്തിൽ എങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റും? ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.